ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ലൈഫിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ മാത്രമല്ല എൻ്റെ മോൾക്കും, അതായത് എന്നേക്കാളുപരി എൻ്റെ മോൾക്ക് വേണം അത് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെൻ്റെ മോൾക്കും എനിക്കും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് രാവിലെ റെഡിയായി പോവുകയാണ്. നടന്നാണ് പോകുന്നത്. എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ടും ആക്സിഡൻറ്റ് കഴിഞ്ഞ് വണ്ടി ശരിയാക്കി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോകാൻ പോണത്. അപ്പോൾ മൂന്നുമൂട് ജംഗ്ഷനിൽ ചെന്ന് ബസ് കയറിയാണ് പോവേണ്ടത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ പരവൂരാണ് പോവേണ്ടത്. പരവൂരിൽ ചെന്ന് വേറൊരു വഴിക്ക് പോവേണ്ട ആവശ്യമുണ്ടെന്ന് അതൊക്കെ പോയിട്ട് ദക്ഷിണയെന്ന് വെച്ചാൽ വെറ്റില ഇടയ്ക്കൊക്കെ വാങ്ങിക്കണമല്ലോ, അതൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അത് സ്റ്റാർട്ട് ചെയ്തു, ദക്ഷിണയൊക്കെ വെച്ചു. അതിനുശേഷം നേരെ ദേവരാജ മാഷിൻ്റെ സംഗീത വിദ്യാലയത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ എന്തോ പീസ്ഫുള്ളാണെന്നറിയാവോ. അവിടെ മ്യൂസിക്കിൻ്റെ സൗണ്ടും അതും ഇതും ഒക്കെ കേട്ടിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളെല്ലാം ഇരിക്കുന്നത് കണ്ടപ്പം അങ്കിൾ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന്, അങ്കിളല്ല മാഷ് കൊണ്ടുവച്ച സാധനങ്ങളാണെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറിനെ കണ്ട് മോൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് മോളിൽ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാനും ദക്ഷിണ വെച്ചു, അഡ്മിഷൻ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഡാൻസ് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ആ ഒരു കുട്ടി തന്നെ ഞങ്ങൾ പുത്തങ്കുളത്ത് ജംഗ്ഷനാക്കി തന്നു. എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് കുട്ടി എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു. കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വൈകുന്നേരം വരെ അവിടെ നിന്നു. അതിന് ശേഷം നേരെ വീട്ടിൽ പോയി ആകെപ്പാടെ ടയേർഡായിരുന്നു. കാരണം നല്ല ചൂടുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാപ്പി ആയിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ പോയി. അപ്പോൾ ഓക്കെ, ബൈ.